മാധ്യമങ്ങൾ വർഷങ്ങളായി തന്നെ സുരേഷ് ഗോപിയുടെ പുറകെയാണ്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക, അദ്ദേഹത്തെ ഒന്ന് വീഴ്ത്താനായി മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് നടന്നില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ ഉപേക്ഷിച്ച് രാജീവ് ചന്ദ്രശേഖറിന്റെ പുറകെയാണ് മാധ്യമങ്ങൾ. ഇന്നലെ തന്നെ നാം കണ്ടിരുന്നു, രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങൾക്കെതിരെ തിരിയുന്നു. അതുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല അസോസിയേഷനുകളും സംഘടനകളും ഇപ്പോൾ രാജീവിനെതിരെ രംഗത്ത് വന്നു. രാജീവ് ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ മാപ്പ് നിങ്ങൾ പണ്ട് കുറേ നാൾ സുരേഷ് ഗോപിയോട് ചോദിച്ചുകൊണ്ട് നടന്നല്ലോ, എന്നിട്ട് എന്ത് കിട്ടിയോ? അതേ രീതിക്ക് തന്നെയായിരിക്കും രാജീവിൻ്റെ പ്രതികരണങ്ങൾ. ഈ കേരളത്തിൽ BJPക്ക് അയിത്തമാണ്, അതോടൊപ്പം തന്നെ അവരെ കേരളത്തിൻ്റെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകളെക്കാൾ ചില മാധ്യമങ്ങളാണ്, ചില അജണ്ടയുള്ള മാധ്യമങ്ങൾ. പിന്നീട് അവരുടെ അവസ്ഥ എന്തായി? തൃശ്ശൂരിൽ 75,000 വോട്ടിനിലെ സുരേഷ് ഗോപി ജയിച്ചത്. ഈ മാധ്യമങ്ങളുടെ വാക്ക് ജനങ്ങൾ കേട്ടോ? അതിനേക്കാൾ ഏറ്റവും ദിവസം അവസാന ഘട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തക തന്നെ ഈ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയല്ലോ. എന്നിട്ട് തൃശ്ശൂരിലെ ജനങ്ങൾ വിശ്വസിച്ചു. അവർ കൃത്യമായി തന്നെ ഒരു നിലപാടെടുത്തു. ആ കൃത്യമായ നിലപാട് തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടത്. ഇപ്പോൾ കുറച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു, അതോടൊപ്പം തന്നെ BJPയുടെ പ്രവർത്തനം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന ചിന്ത വന്നതിന് ശേഷമാണ് അവർ രാജീവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. രാജീവ് എന്തായാലും മാധ്യമപ്രവർത്തകർക്ക്, അതോടൊപ്പം തന്നെ ഈ പ്രേക്ഷകർ കൃത്യമായി ആ ചോദ്യത്തിലൂടെ തന്നെ മനസ്സിലാകും ആർക്കാണ് ഈ ലക്ഷ്യമെന്ന്. ഈ തിരുമലയിൽ കൗൺസിലറിന്റെ മരണത്തിന് പിന്നാലെയായിരുന്നല്ലോ ആ ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് മാധ്യമമാണെന്ന്. അപ്പോൾ കൈരളി എന്ന് എടുത്തു പറയുന്നു. അതിലൂടെ തന്നെ മനസ്സിലാകും. പിന്നീട് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലും ഉണ്ടല്ലോ ഇത്തരത്തിൽ BJPക്കെതിരെ BJP എന്ത് ചെയ്താലും അതിന് പിന്നാലെ നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും രാജീവിന്റെ ഈ വാർത്ത ആ ചാനൽ കൂടുതൽ വാർത്ത നൽകിയിട്ടില്ല. കാരണം ആ ചാനൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പുറകെയാണ്. ബാക്കിയുള്ള ചാനലുകൾ, പ്രമുഖ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ പുറകെ ഇനി പോയിട്ട് കാര്യമില്ല, ജനങ്ങൾക്ക് മുന്നിൽ ഇദ്ദേഹത്തെ ഇനി കളിയാക്കാനും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന ചിന്തയിലൂടെയാണല്ലോ അവർ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപിയെ ഒഴിവാക്കി രാജീവിന്റെ കൂടെ വരുമ്പോഴും ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ ഇപ്പോഴും സുരേഷ് ഗോപിയുടെ പുറകെയാണ്. ഈ കലുങ്ക് ചർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, ആരെ അപമാനിക്കുന്നു, ആർക്കെതിരെ സംസാരിക്കുന്നു എന്നത് ക്യാമറയുമായി പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ അവർ 2 പേരെ കണ്ടുപിടിച്ചെത്തിച്ചിട്ടുണ്ട്. ഒന്ന് വീടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കൊച്ചുവേലായുധൻ, പിന്നീട് ആനന്ദവല്ലി. 2 പേർക്കും പക്ഷേ അവസാന ഘട്ടത്തിൽ അവർ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് അടുത്തു പോകുന്ന അദ്ദേഹത്തിന് സാധിക്കില്ലെന്ന് പറഞ്ഞത് പിന്നാലെ CPM തയ്യാറായിട്ടുണ്ട്. അത് ഈ വാർത്ത കൂടുതൽ നൽകിയത് ആരാണ്? ഈ ജമാഅത്തെ ഇസ്ലാമി ചാനലാണ്. അങ്ങനെ BJP നേതാക്കളെയും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ഈ മാധ്യമ പ്രവർത്തകർ എന്തെല്ലാം നീക്കങ്ങൾ നടത്തിയാലും അവർക്കറിയാം. കാരണം ഒരു കാലത്ത് ഈ പത്രവും അതോടൊപ്പം തന്നെ ഈ TVയും സാറ്റലൈറ്റ് മാധ്യമങ്ങളും മാത്രമായിരുന്നല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അന്ന് ആ കാലത്ത് ചിലപ്പോൾ ഇവരെ പിന്തുണച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ കാലം മാറി, സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. മാധ്യമങ്ങളെക്കാൾ അതിവേഗത്തിൽ വാർത്തകൾ നൽകാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതാണല്ലോ നാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടത്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ആരോപണങ്ങൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് എവിടെയാണ്? സമൂഹ മാധ്യമങ്ങളിലാണ്. അത് പിന്നീടാണ്, ഏറ്റവും അവസാനമാണ് ഗത്യന്തരമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർക്ക് രംഗത്ത് വരാൻ കഴിഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടിയിരുന്നു. അദ്ദേഹം ഒരു മാധ്യമ പ്രൊഡക്റ്റ് കൂടിയാണല്ലോ. BJPയെ തെറി വിളിക്കാനും അതോടൊപ്പം തന്നെ പിണറായി വിജയനെ തെറി വിളിക്കാനും അവർ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം ഈ പിണറായി വിജയനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? വിജയ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തുടരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇടക്കാലത്തൊരു ഫേസ്ബുക്ക്, ഈ വിവാദങ്ങൾ കത്തി നിന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തത് പിന്നാലെ അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ടത് അദ്ദേഹം ബഹുമാനം കാണിക്കുന്നു. എന്തായാലും ഈ മാധ്യമങ്ങൾ ചില പ്രൊഡക്റ്റുകളെ ഉണ്ടാക്കി നേതാക്കളെ തകർക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഈ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചല്ല വോട്ടെടുപ്പിൽ പ്രതികരിക്കുന്നത്. അവരുടെ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് അവർ പല രാഷ്ട്രീയ നേതാക്കളെയും വിജയിപ്പിക്കുന്നത്, കൂടെ കൂട്ടുന്നത്. അതിപ്പോൾ ഒരു മാധ്യമങ്ങൾ ഇപ്പോൾ ഇന്നലെ കണ്ടല്ലോ, പലരും ചിന്തിക്കും മാധ്യമ പ്രവർത്തകരെല്ലാം ഇപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ്. ഞങ്ങളെ വിമർശിച്ചു, അത് ജനങ്ങൾക്കെതിരെ എത്തിച്ചിട്ടുണ്ട്, രാജീവിൻ്റെ ചീട്ട് തന്നെ കീറുമെന്ന്. അദ്ദേഹത്തിൻ്റെ ചീട്ട് കീറാനൊന്നും
നിലവിൽ കൈരളിയും വളർന്നിട്ടില്ല, അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലും വളർന്നിട്ടില്ല. അദ്ദേഹം കൃത്യമായി തന്നെ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് നാം പല നീക്കങ്ങളിലൂടെ കാണുന്നുണ്ടല്ലോ. ബി ജെ പിയെ അതിൻ്റെ പൂർണ്ണമായ വളർച്ചയിൽ കേരളത്തിൽ എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് കാണുന്നത്. അവർ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ മുന്നേറ്റം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കാണാൻ കഴിയും. അവർ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷനിൽ പൂർണ്ണമായി തന്നെ വിജയിക്കാൻ അവർക്ക് കഴിയും. അത് നിയമസഭയിലേക്ക് പോകുമ്പോഴും ആ മാറ്റം കാണാൻ കഴിയും. അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിലാണല്ലോ ഒന്നാമത് നിൽക്കുന്നത്. ആ മാറ്റം തന്നെ വീണ്ടും ഉണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിന് മാറ്റം കൊണ്ടുവരാൻ കഴിയും. പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. പണ്ട് കുമ്മനത്തെ എല്ലാം ഈ കുമ്മനമടി എന്നെല്ലാം പറഞ്ഞ് വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആക്ഷേപിക്കാൻ ഇത്തവണയും റിയാസും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ഇറങ്ങിത്തിരിച്ചു. അവസാനം ആർക്കാണ് പരിക്ക് പറ്റിയത്? മുഹമ്മദ് റിയാസ് ഓടിയില്ലേ? അതിനെക്കുറിച്ച് പിന്നീട് മിണ്ടുന്നുണ്ടോ സഖാക്കൾ? രാജീവ് അടിയെ കുറിച്ച് മിണ്ടുന്നുണ്ടോ? അന്ന് നിന്നു. റിയാസിനെതിരെ തിരിഞ്ഞത് BJP തിരിഞ്ഞതും നിന്നു. പിന്നീട് ക്രൈസ്തവ വിഭാഗത്തിൽ കന്യാസ്ത്രീയുടെ വിഷയവും ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ വരുന്നു. റിയാസിനെയും അതോടൊപ്പം തന്നെ റിയാസല്ല, അന്ന് ഛത്തീസ്ഗഡിൽ പോയി ഛത്തീസ്ഗഡ് പോലീസിനെ വിരട്ടിയ നേതാവിൻ്റെ പേര് A. റഹീമായിരുന്നു. പ്രത്യേക ഇംഗ്ലീഷ് ക്ലാസ്സുകൾ. പിന്നീട് ലഡുവുമായി ബ്രിട്ടാസ് എത്തുന്നു. അങ്ങനെ വലിയ നീക്കങ്ങളായിരുന്നു. കൈരളിയെല്ലാം പ്രത്യേകം അവിടെ പറന്നെത്തുകയുണ്ടായി. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പറന്നെത്തി. എങ്ങനെയെങ്കിലും രാജീവിനെതിരെയും BJPക്കെതിരെയും അടിക്കാൻ കിട്ടുന്ന ഒരു വടിയാണല്ലോ, അത് കൃത്യമായി മുതലാക്കാമെന്ന് ധാരണയിൽ അവിടെ എത്തി. അവസാനം മാധ്യമങ്ങളിൽ കാണിച്ചത് എന്താണ്? ബ്രിട്ടാസിന്റെ കരച്ചിലല്ലേ. ബ്രിട്ടാസ് പറയുകയാണ് അവസാന ഘട്ടത്തിൽ, കന്യാസ്ത്രീകളെ രാജീവിന്റെ വാഹനത്തിൽ കയറി പോവുകയാണെന്ന്. പിന്നെ രക്ഷപ്പെടുത്തിയ ആളിന്റെ കൂടെയല്ലേ പോകാനുള്ളത്. പിന്നീട് ഇദ്ദേഹം വാങ്ങിയ ലഡു മാത്രം വെറുതെ ആയി. മാധ്യമങ്ങൾ എന്തായാലും ഛത്തീസ്ഗഡിൽ നിന്നും ഒരു ലഡു കിട്ടുകയല്ലേ എന്ന് പറഞ്ഞ് ആ ലഡുവും വാങ്ങി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അത്തരത്തിലാണ് BJPക്കെതിരെ എന്തെല്ലാം ആയുധങ്ങൾ ഒരുക്കി മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഇറങ്ങിത്തിരിക്കുമോ അതിനെല്ലാം കൃത്യമായി തിരിച്ചടി നൽകാൻ രാജീവിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ ഇപ്പോൾ ഒഴിവാക്കി ഒരു സൈഡിൽ മാറ്റി നിർത്തി മാധ്യമങ്ങൾ രാജീവിനെതിരെ രംഗത്ത് വരുന്നത്. രാജീവിനെ പരിഹസിക്കുന്ന, അദ്ദേഹത്തിന് മലയാളം അറിയില്ലെന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങളുടെ കണ്ണിലുണ്ണിയായ ശശി തരൂരിന് എത്രത്തോളം മലയാളം അറിയാം? അദ്ദേഹം പറയുന്നതെല്ലാം കൃത്യമാണോ? ഈ മലയാളം പഠിച്ചാൽ മാത്രമേ കേരളത്തിൽ നിൽക്കാൻ കഴിയുമെന്ന് ഇവർ പറയുന്നുണ്ടോ? അങ്ങനെ ഒരു നിയമമുണ്ടോ? അങ്ങനെയാണ് ആ നിയമം ഈ മാധ്യമങ്ങൾ പറയട്ടെ, ബംഗാളികളെല്ലാം ഈ നാട്ടിൽ നിന്ന് അവർ ഓട്ടിച്ചു വിടുമോ? അത് തമിഴന്മാരെ ഓട്ടിച്ചു വിടുമോ? എന്തായാലും ഈ BJP ലക്ഷ്യമിട്ട് ഇനി അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ വെളിച്ചം കടക്കാത്ത ഒരു കോട്ടയായി മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൈയടക്കി വച്ചിരുന്ന പ്രദേശത്തേക്ക്, ആ ഭൂപ്രകൃതിയിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ BJP തങ്ങളുടെ ചുവട് ഉറപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഈ മാധ്യമങ്ങൾക്ക് വരെ ബോധ്യമായ കാര്യമാണല്ലോ. 19% വോട്ട്, അതോടൊപ്പം തന്നെ പല മണ്ഡലങ്ങളിലും വലിയ ശക്തിയായി വളർന്നു. ഇനി ആ മണ്ഡലങ്ങളിലെല്ലാം ത്രികോണ മത്സരമേ നടക്കുകയുള്ളൂ, അല്ലാതെ ഏകപക്ഷീയമായ മത്സരം നടക്കില്ല. നമുക്ക് ആറ്റിങ്ങൽ മണ്ഡലം തന്നെ ഉദാഹരണമായി എടുക്കാമല്ലോ. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ രീതിയിൽ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്ന ആ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചത് 3 ലക്ഷം വോട്ടാണ്. ഒരു കാലത്ത് VSന്റെ തട്ടകമായിരുന്ന, അതോടൊപ്പം തന്നെ കൃഷ്ണപിള്ളയുടെ തട്ടകമായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുന്നപ്രയും വയലാറിന്റെയും സമരങ്ങൾ അരങ്ങേറിയ ആ മണ്ണിലേക്കും BJP വളർന്നു കയറിയില്ലേ? ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തിന് അടുപ്പിച്ച് വോട്ട് ലഭിച്ചില്ലേ? ഇതിലൂടെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിന്റെ മാറ്റമാണ്. ആ മാറ്റം ഉൾക്കൊണ്ട് എന്തായാലും മാധ്യമങ്ങളും മുന്നോട്ട് പോകണം. അല്ലാതെ രാജീവിന്റെ പുറകെ പോയെങ്കിലും സുരേഷ് ഗോപിയുടെ പുറകെ പോയെങ്കിലും സമയനഷ്ടം മാത്രമായിരിക്കും ഇവർക്കുണ്ടാകുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.